നമ്മുടെ ജോലിയെ നാം ചെയ്തു പോകുന്ന ജോലി എന്തു തന്നെയായാലും അതിൽ നാം അഭിമാനം കൊള്ളുക, ആ ജോലിയെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. തീർച്ചയായും നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സമയത്തും ആ ജോലിയെക്കുറിച്ച് നമുക്ക് ഒത്തിരി സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ചെയ്ത് നമുക്ക് മുന്നോട്ട് സാധിക്കും. കുറച്ച് ആളുകളെങ്കിലും നാം ചെയ്യുന്ന ജോലിയിൽ കുറ്റം മാത്രം കണ്ട് അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നാം ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് ഒരു ജോലി കിട്ടാനെങ്കിലും അഹോരാത്രം വർക്ക് ചെയ്യുന്ന ഒത്തിരി യുവാക്കളുണ്ട്. നാം കുറ്റം പറയുന്ന ജോലി ഒരുപക്ഷെ അവരുടെ വലിയ സ്വപ്നങ്ങളായിരിക്കും. നാം അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, മറ്റുള്ള ആളുകളുമായിക്കോട്ടെ, ജോലി ചെയ്യുന്ന ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് ഒരിക്കലും നാം തരംതിരിവ് കാണാതിരിക്കുക. നമ്മുടെ മുകളിലും താഴെയുമായി ഒത്തിരി ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഓരോരുത്തരും ചെയ്യുന്ന ജോലിക്ക് അതിൻ്റേതായ വാല്യൂ ഉണ്ട്, അതിൻ്റേതായ പ്രൗഡ് മൂമെൻ്റ് അവരനുഭവിക്കുന്നുണ്ട്. ആ പ്രൗഡ് മൂമെൻ്റ് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ ആ ജോലിയുമായി മുന്നോട്ട് പോയിക്കോട്ടെ. നാം ഒരിക്കലും ഒരു ജോലിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ താഴ്ത്തി കെട്ടാനോ ശ്രമിക്കേണ്ടതില്ല. വർഷങ്ങളായി ജോലി ചെയ്യുന്ന UAE-യിൽ, ദുബായിൽ ഏറ്റവും കാണാൻ പറ്റിയ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് ആളുകളെങ്കിലും ഇവിടുത്തെ പൊതുസ്ഥലങ്ങളും ബാക്കി ഏരിയകളെല്ലാം വളരെ മനോഹരമാക്കി ഇടാൻ വേണ്ടി അഹോരാത്രം വർക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചൂടോ മഴയോ വെയിലോ ഒന്നും ഒരു പ്രശ്നമില്ല, അവരവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ അതിലുപരി ഈ ഗവൺമെൻറ്റിനോട് ഏറ്റവും അഭിമാനം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ജോലി ചെയ്യുന്ന യൂണിഫോമിൻ്റെ പുറകിൽ ഒരു ഡിസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് എഞ്ചിനീയേഴ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈ ഗവൺമെൻറ് അവരെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്കും അതുപോലെ സാധിക്കണം. ചെയ്യുന്ന ജോലി എന്തായാലും ജോലിയിലെ വകതിരിവ് വെച്ച് അല്ലെങ്കിൽ വേർതിരിവ് വെച്ചിട്ട് നാം ഒരാളെയും ആ കണ്ണിലൂടെ കാണാതിരിക്കുക. ഓരോ ജോലിക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. നാം ഒത്തിരി ഇഷ്ടമില്ലാത്ത കാണുന്ന കാക്കക്കൂട്ടങ്ങൾ തന്നെ ഒരാഴ്ച അവർ ആ പണിയൊന്ന് നിർത്തിവെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ചുറ്റുപാടുകൾ എന്നാലോചിച്ചാൽ മതി. നമുക്കറിയാൻ പറ്റും ഓരോ ജീവികൾക്കും ഓരോ മനുഷ്യർക്കും ചെയ്യുന്ന ജോലിയുടെ കൃത്യമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിവേ, എല്ലാവർക്കും ചെയ്യുന്ന ജോലിയിലും അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യുന്ന ജോലിയിലും അവരുടേതായ സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് സാധിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.